ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നമ്മൾ രണ്ട് പടങ്ങൾ കണ്ടു. ഒരു പടം കൊണ്ടലായിരുന്നു, അതിൻ്റെ ഒപ്പീനിയൻ നമ്മൾ ഷെയർ ചെയ്തിരുന്നു. അതുപോലെ ഇന്നലെ രാഗത്ത് തന്നെ നമ്മൾ ബാഡ് ബോയ്സ് മൂവി കണ്ടു. പേര് പോലെ തന്നെ വളരെ ബാഡ് ബോയ്സ്. മേക്കാട്ടുകുളം ആൻഡപ്പേട്ടൻ്റെ ടീം, സ്കൂൾ ലൈഫിൽ നല്ല തിക് ഫ്രണ്ട്സ് ആയിട്ടുള്ള ഒരു ടീമിൻ്റെ കഥ. പ്രത്യേകിച്ച് പടത്തിലെടുത്തു പറയാൻ മാത്രമൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. പടമാണെങ്കിൽ ഭയങ്കര ലെങ്തി, 2.5 മണിക്കൂർ നേരം പടമുണ്ട്. അപ്പോൾ ഒമർലൂരി സംവിധാനം ചെയ്ത പടമാണ്. ഭയങ്കര പ്രതീക്ഷയായിരുന്നു പടത്തിൻ്റെ, കാരണം എനിക്ക് ട്രെയിലറും ടീസറൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഒമർലൂരിയുടെ പടത്തിൻ്റെ പ്രത്യേകത വളരെ കളർഫുൾ സംഭവമായിരിക്കും. എല്ലാ പടത്തിലുള്ള പോലെ സോങ്സ് ആയാലും ഒരു വലിയ കല്യാണ സോങ്സ് മസ്റ്റാ, നിർബന്ധം അത് ഇതിലുണ്ട്. അപ്പോൾ പടം അങ്ങനെ നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടി കയറിയ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആള് ഇൻ്റർവെല്ലിൽ കഴിഞ്ഞപ്പോൾ എണീറ്റ് പോയിട്ടോ. എനിക്ക് പടത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടിയത്. ഞാൻ ഭയങ്കര പ്രതീക്ഷയിൽ പോയതുകൊണ്ടാണെന്ന് അറിയില്ല. കോമഡി ഉണ്ടോയെന്ന് ചോദിച്ചാൽ കോമഡി ഉണ്ട്. ചില കോമഡികളൊക്കെ വർക്കാവുന്നുണ്ട്. നമ്മൾ ചിരിച്ചിട്ടൊക്കെ ഉണ്ട്. 1-2 കോമഡി സീനിലൊക്കെ നമ്മൾ ചിരിച്ചിട്ടുണ്ട്. പടത്തിൻ്റെ ആദ്യത്തിൽ 5-10 മിനിറ്റേക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇങ്ങോട്ട് അടച്ചിൽ തുടങ്ങി. കാസ്റ്റിംഗ് ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്, കുറേ പേരെ കൊണ്ടുവരുന്നുണ്ട്. അവർക്ക് പറയാൻ എന്തെങ്കിലും ഇട്ട് കൊടുക്കുന്ന പോലത്തെ ഒരു ഫീലാണ് എനിക്ക് ഫീൽ ചെയ്ത്. അത് ഇൻ്റർവെല്ലായ പിന്നെ ഒരുവിധം നമ്മളിങ്ങനെ എനിക്ക് മാത്രമാണ് ഈ പ്രശ്നം നോക്കി ഞാൻ തിയേറ്ററിൽ നിന്ന് ഒറ്റൊന്ന് കണ്ണോടിച്ചപ്പോൾ എല്ലാവരും വളരെ ദയനീയ അവസ്ഥയിൽ മൊബൈലിൽ കുത്തിരിക്കുന്ന അവസ്ഥയാണ് കണ്ടത്. പടത്തിന് ഏകദേശം 50% ആളുണ്ടായിരുന്നു രാഗത്തിരുന്ന്. അപ്പോൾ ഞാൻ എന്താ ഇൻ്റർവെല്ലേഷൻ നന്നാവും, കാരണം ഒരു സാധനം ഇട്ട് കൊടുത്തിട്ടുണ്ട് ടിസ്റ്റ്. ഇൻ്റർവെല്ലേഷൻ നന്നാക്കി എടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ഇൻ്റർവെല്ലേഷൻ ഇങ്ങനെ കട്ടക്ക് ചായ കുടിച്ച് ഇന്നലെ രാഗത്തിൽ പപ്സ്, മറ്റേ പഴം പപ്സ് ഉണ്ടായിരുന്നു, അതൊക്കെ 2 വാങ്ങിച്ച് വന്ന് വീട്ടിൽ ഇൻ്റർവെല്ലേഷൻ വന്നിരുന്നു. അപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ അപ്പുറത്തിരിക്കുമ്പോൾ ഭയങ്കര ശോകാവസ്ഥയിലാണ്, അവൻ കുറച്ച് എനിക്ക് പോയിട്ടോ. അപ്പോൾ അങ്ങനെ ഇൻ്റർവ്യൂവിൽ കഴിഞ്ഞ് പടം ഇഴച്ചിൽ തന്നെയാണ്. കളർഫുള്ളായിട്ട് കുറേ സംഭവങ്ങൾ വരുന്നുണ്ട്. ഇടയ്ക്ക് ഓരോ കോമഡിയൊക്കെ വന്നിട്ട് നമ്മളെ ചിരിപ്പിക്കുന്നുണ്ട്. അതിൽ 1-2 കോമഡികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. നമ്മൾ ആറാട്ടണ്ണൻ, ജോസ് പെരേരയൊക്കെ വരുന്നുണ്ട്. അതുപോലെ ലഹരി അവയവ മാഫിയ ലഹരി മാഫിയക്കെതിരെ പ്രതികരിക്കുന്നു. അവർ ഇങ്ങനെ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിലെ കുറച്ച് ഭാഗങ്ങളുണ്ട്. അതിൽ ദേവൻ, പിന്നെ 2-3 ഓൾഡ് സ്റ്റാറുകൾ വരുന്നുണ്ട്. അവർക്ക് ചെറിയ റോളുകളുള്ളൂ, പക്ഷെ അതൊക്കെ രസമായിട്ടുണ്ട്. പിന്നെ റിവ്യൂ പറയുന്ന ആറാട്ടണ്ണൻ്റെ സാധനം അത് കിടുവായിട്ട് ആ സമയത്ത് ഞാൻ പൊട്ടിച്ചിരിച്ചു. എനിക്ക് ആ കൂടി ഉള്ളു തുറന്ന് ചിരിക്കാൻ പറ്റിയ സീൻ അതായിരുന്നു. പടം തുടങ്ങി സ്റ്റാർട്ടിങ്ങിലുള്ള 1-2 കുറച്ച് ഭാഗങ്ങൾ. ഇതിൽ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഹ്മാന്റെ പടത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള പോലെ വലിയ പെർഫോമൻസ് അല്ല. ആസ് യൂഷ്വൽ റഹ്മാൻ ചെയ്ത് വെക്കുന്ന രീതിയിലുള്ളൊരു പെർഫോമൻസ് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്. ബിബിൻ ജോർജിന്റെ പെർഫോമൻസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ബിബിൻ ജോർജ് അത്യാവശ്യം കോമഡി കാര്യങ്ങളൊക്കെ ആളെ വളരെ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻസൺ പോള് ഒരു ക്യാരക്ടർ കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. ചക്കര സെന്തിളും എനിക്ക് വളരെ മോശമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ആൾ നല്ലൊരു അഭിനേതാവാണ്, പക്ഷെ നന്നായി പെർഫോം ചെയ്യുന്ന ആളാണ്. പക്ഷെ ഈ പടത്തിൽ കൊടുത്ത ക്യാരക്ടർ ഞാൻ ചെയ്തെന്ന് മാത്രം. ഷീലു അബ്രഹാമിന്റെ റോൾ രസമായിട്ടുണ്ട് കേട്ടോ. ആളെന്ന് പ്രതീക്ഷിക്കാത്തൊരു സാധനം നമുക്ക് കിട്ടി പടത്തിൽ. ആൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാബു ആന്റണി ആള് എല്ലാ പടത്തിലും കൊണ്ടുവരുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ ആയിട്ട് വന്ന് പോകുന്നുണ്ട്. ധ്യാൻ ശ്രീനിവാസൻ ആസ് യൂഷ്വൽ അങ്ങനെ പോകുന്നു. ടീനി ടോം, രമേശ് പിഷാരടി, പിന്നെ സുധീർ, ഡ്രാക്കുള സുധീർ, കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. 6-8 വരെയുണ്ട്. അങ്ങനെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇവരെ കാണുമ്പോൾ ഇവരെ കാണിക്കുമ്പോഴൊക്കെ പേര് ഇത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ രസമായിട്ടുണ്ട്. ഇവർ ഓരോ ക്യാരക്ടർ കാണിക്കുന്ന സമയത്ത് ഒരു സോങ് കൊടുക്കുന്നത് അതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. പക്ഷെ BGM ഉണ്ടല്ലോ ചില സീൻസിൽ വളരെ ശോകമായിരുന്നു. മൊത്തത്തിൽ വളരെ പ്രതീക്ഷയോട് പോയതുകൊണ്ടാണെന്ന് തോന്നുന്നു. 2.5 മണിക്കൂർ പടമുണ്ട്. 2 മണിക്കൂറിലൊക്കെ തീർക്കാൻ പറ്റിയ സബ്ജക്റ്റ് ഉള്ളൂ. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടത്തിൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലഹരി മാഫിയ, അവയവ മാഫിയ. പടത്തിന് അവയവ മാഫിയ എന്നാണ് പറയുന്നത്. അപ്പം ലഹരി മാഫിയൊക്കെ നമ്മുടെ നാട്ടിൽ നല്ല രീതിയിലുണ്ട്, കോളേജുകളിലൊക്കെ ഉണ്ട്. അതുപോലെ അടുത്ത അവയവ മാഫിയ. ഇതൊക്കെ ഒരു 1 മണിക്കൂറിൽ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ട് അതിലൂടെ പറയുകയാണെങ്കിൽ ഒമർലൂരിൽ ഇത് നല്ല കൈ കിട്ടും. അത്രയ്ക്കേ ഉള്ളൂ സംഭവം. ഈ കാസ്റ്റിയെ കൊണ്ടുവന്നിട്ട് 1 മണിക്കൂറിൽ അവസാനിക്കാൻ പറ്റിയ സാധനമുള്ളൂ. അപ്പം അത്യാവശ്യം കൗണ്ടറുകളൊക്കെ നമുക്ക് നല്ല സെറ്റായി തോന്നും. ഇത് 2.5 മണിക്കൂർ നേരം വെറുതെ ഇട്ടിട്ട് അശ്വത് ഗോഖലെ കാണിക്കുന്നുണ്ട് ഫിലിം റിവ്യൂവിനെ കുറിച്ചിട്ട് പറയുന്നത്. പ്രത്യേകിച്ചൊരു സംഭവമൊന്നും ഇല്ല. ഒരു കളർഫുൾ പടമാണ്. ഒരു വെക്കേഷൻ മൂഡിലേക്കൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ള സംഭവം തന്നെയാണ്. അതൊന്നും നമ്മൾ ഒരിക്കലും കുറ്റം പറയുന്നത്. പക്ഷേ കണക്ഷൻ കിട്ടുന്നതിൽ വളരെ പരാജയമാണ്. ഇടയ്ക്കൊക്കെ പോയ പടം കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു സാധനം ഇട്ടിട്ട് കുറച്ച് ചിരിക്കാനുള്ള സാധനം കിട്ടുമ്പോൾ നമ്മൾ വീണ്ടും ഒന്ന് ശ്വാസം കിട്ടിയ പോലെ ഇരിക്കും. അങ്ങനത്തെ ഒരു അവസ്ഥയ്ക്ക് ഫീൽ ചെയ്ത് പടം കഴിഞ്ഞിറങ്ങിയ ടോട്ടലി നമ്മൾ നോക്കിയ സമയത്ത് എല്ലാവരും ഭയങ്കര നിരാശയായിരുന്നു. കൗണ്ടറുകളൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ എനിക്ക് തോന്നിയൊരു എക്സ്പീരിയൻസ് ഇതാണ്. പക്ഷെ എൻ്റെ അഭിപ്രായം ആവില്ല നിങ്ങളുടെ.
പടം ഇഷ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് പോസിറ്റീവ് റിവ്യൂസ് കണ്ടിട്ടാണ് ഞാൻ ഈ പടത്തിന് കയറിയത്. ഞാൻ എന്തായാലും പടം കാണാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്ക് ഭയങ്കര പോസിറ്റീവ് റിവ്യൂസ് ഉണ്ട്. പക്ഷേ അതൊക്കെ ആയിരിക്കാം ചിലപ്പോൾ എന്നിൽ ഒരു ആവറേജ് പടമൊക്കെ ഞാൻ കണ്ട് എൻജോയ് ചെയ്യുന്ന ആളാണ്, നിങ്ങൾക്ക് അറിയാൻ പറ്റും. പക്ഷെ എനിക്ക് വളരെ ആവറേജ് എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങൾ പടം കണ്ട് നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക്, ഷെയർ, സപ്പോർട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യും. എന്തായാലും നിങ്ങൾ പടം കാണുക. ചിലപ്പോൾ ഈ പടം നിങ്ങൾക്ക് വർക്കൗട്ട് ആവാം.